ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളിലും പ്രവീണനായ സമർത്ഥനായ ശുക്രനെ, ഭാർഗവനെ, ഭൃഗുപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ഗീതമാകുന്നു. ശുക്രൻ അസുരാചാര്യനാണ്. ശുക്രൻ സകല കലകളുടെയും ആചാര്യനാണ്. ശുക്രനെ കൊണ്ടാണ് നാം തൗരത്രികം, സംഗീതം, നൃത്തോപകരണങ്ങൾ, നൃത്തം ഇതൊക്കെ ചിന്തിക്കുക. ശുക്രനൊരു ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അഭിനേതാവാകാം, നല്ല ഗായകനാകാം, നല്ല പ്രണയിയാകാം. ഭൗതിക സുഖങ്ങളൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? എന്താണ് ശുക്രൻ്റെ മിഥുനൻ രാശിയിലെ ശുഭാശുഭ ഫലമെന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശുക്രൻ്റെ ആശ്രയബലം മിഥുനരാശിയിൽ പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിര ആചാര്യൻ നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനെ എന്നാണ്. നൃപകൃത്യകരഃ, നൃപസ്യ കൃത്യം കരോതി ഇത് നൃപകൃത്യകരഃ. രാജാവിൻ്റെ കർമ്മം ചെയ്യുക, വലിയ അധികാരികളുടെ, വലിയ മുതലാളിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കുക. കലാവിത്, കലയിലുള്ള ജ്ഞാനം. അർത്ഥവാൻ, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാവും. നല്ലൊരു ഫലമാണ് മിഥുനത്തിലെ ശുക്രന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശുക്രൻ മിഥുനത്തിൽ വന്നു, ബുധൻ ഇടവത്തിലും വന്നു. ഇവിടെ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു. ഒരു പരിവർത്തന രാജയോഗമുള്ള സമയമാണ്. ശുക്രൻ കേവലം നിൽക്കുന്നത് 25 ദിവസം മാത്രമാണ് മിഥുനൻ രാശി. 2026 മെയ് 14 ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് 25 ദിനങ്ങൾ, ജൂൺ മാസം 10 വരെ ശുക്രൻ സർവശക്തനായി മിഥുനൻ രാശിയിലുണ്ട്. ഞാൻ പറഞ്ഞു ശുക്രനാണ് ഭൗതിക സുഖം. ഇതേ ശുക്രൻ തന്നെ വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടവും ഒക്കെ നാം ചിന്തിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലത്തെ പറ്റിയുള്ള നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് തുലാം രാശിയുടെ, അവരുടെ ബുദ്ധി, സന്താനങ്ങൾ, അവരുടെ മാന്ത്രികമായ മന്ത്രിയുടെ ജോലി, ഉപദേശം കൊടുക്കൽ, കൺസൾട്ടൻസി. മറ്റൊന്നവരുടെ വൈകല്യങ്ങൾ, 12ാം ഭാവാധിപത്യം ചിന്തിക്കണം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്. ഇവിടെ വ്യയം, ചെലവ് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഭൗതികമായ സുഖത്തിന് വേണ്ടി ധാരാളം കാശ് ചെലവാക്കുന്ന സമയം. തൻ്റെ വരവിനനുസരിച്ച് മാത്രം കാശ് ചെലവാക്കുക. കാറ് മാറ്റുക, അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കുക, പഴയത് മാറ്റി പുതിയതെടുക്കുക, അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി വീടിന് ധാരാളം ഡെക്കറേഷൻ നടത്തുക, അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുക. പലപ്പോഴും ഈ സമയത്ത് മക്കളുടെ വിവാഹ തീരുമാനങ്ങളുണ്ടാകും. വീട് പെയിൻ്റ് അടിക്കേണ്ടിയൊക്കെ വരും. അതിനൊക്കെ തന്നെ വരവും ചെലവും നോക്കി മാത്രം മുന്നോട്ട് നീങ്ങുക. ഇവിടെ നിർബന്ധമായും പുതിയ റിലേഷൻ, സൗഹൃദങ്ങൾ വരും. മിഥുനൻ രാശിയിലെ ശുക്രനാണ്. സ്മരതിമുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കാമകലകളിൽ നൈപുണ്യമുണ്ടാകും, സുഖിയുമായി ഇരിക്കും. കാരണം ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്. ഭൗതികമായ എല്ലാ സുഖഭോഗങ്ങളും ഈ ശുക്രൻ സമ്മാനിക്കും മിഥുനൻ രാശിക്കാർ. ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സമീചനഭംഗം സമീചന സംഘ സമീചനബഹു അങ്കനാഭോഗയുക്ത. നല്ല സ്ത്രീകളുമായിട്ടുള്ള ഭോഗസുഖം ലഭിക്കും, നല്ല ശരീരമുണ്ടാകും, നല്ല സൗഹൃദങ്ങളുണ്ടാകും. സമീചന കർമ്മ, നല്ല ജോലി, നല്ല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം. സമീചന ശുക്രോ യഥാ ലഗ്നവർത്തി. ഇവിടെ നൃപകൃത്യകരഃ, രാജാവിൻ്റെ കർമ്മങ്ങൾ ഏറ്റെടുക്കുമെന്നാണ്. വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ ശുക്രൻ വരുമ്പോൾ ഉണ്ടാകും. പലപ്പോഴും പുതിയ മന്ത്രിസഭയ്ക്ക് വരുമ്പോൾ സംസ്ഥാന വകുപ്പിൽ, സെക്രട്ടേറിയറ്റിലൊക്കെ പല സ്റ്റാഫുകൾക്കും പേഴ്സണൽ സ്റ്റാഫാകാനുള്ള വലിയ വലിയ അവസരങ്ങളൊക്കെ ഈ ശുക്രൻ തരുന്നതാണ്. നന്നായി ശുക്രനെ വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് നാളികേരം അടിക്കുക. മന്ത്രപതിയാകയാൽ ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം വായിക്കുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.